അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞില്ലേ, ദൈവ ഇടപെടൽ ഉറപ്പ് വരുത്തുന്ന 2 മെത്തേഡുകളുണ്ട്. ഒന്നാണ് ഇന്നലെ അമ്മ കണ്ടത്. എന്താണ്? കുഷ്ഠരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു, ആർക്കും മനസ്സില്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ
എനിക്ക് മനസ്സുണ്ട്, നീ ജീവിക്കുക എന്ന് പറയും. അതുപോലൊരു സംഭവമാണ് യോഹന്നാൻ 5:6. അവൻ പറഞ്ഞു കർത്താവേ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് 5:5. യോഹന്നാൻ 5:5-6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. 38 വർഷമായ തലവാഴ രോഗി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ വളരെ നാളായി കിടക്കുന്നത് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്. കാലഹരണപ്പെട്ടു പോയ ആളാ, ഖണ്ഡം ചെയ്ത ആളാ. വെച്ചുകഴിഞ്ഞാല് ഇനി ഒരു മുള, പ്രത്യാശയുടെ മുള കിളിർത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു. ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ബൈസ്റ്റാൻഡറായിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നായിരിക്കും ഇയാൾക്ക്. ഇയാളുടെ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവരുടെ ചിറകിൽ പറന്നു പോയതാ. നമ്മ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്താണ്, നമുക്ക് ബോധം പോയാൽ അവർക്ക് പോണമല്ലോ. അപ്പം നമ്മൾ അറിയത്തില്ലല്ലോ, അതാണ് വിഷയം. അപ്പം അതിനെല്ലാം ഈശോ ചോദിക്കണം ഒരു ചോദ്യം, ഇതൊക്കെയാണ് നിന്റെ അവസ്ഥയെന്ന് വിചാരിച്ചോ? നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. പറയണ്ട്, എനിക്കാരുമില്ലെന്ന് പറയണതേ ഒരു ചങ്കെ കൊണ്ട വർത്തമാനമാണ്. നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്കാരുമില്ലെന്ന് പറയരുത്. അഥവാ പറയുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാം. അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. അപ്പം ഈശോ പറഞ്ഞു, നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട്. നീ ഒരു ഓർഫണാകാം, പക്ഷെ നിനക്ക് ഞാനുണ്ട്. ആരും ഓർഫണാകരുത്, ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യാവതാരം ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശുമരണം വരിച്ചു. പിതാവത് മഹത്വപൂർണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ്. ആ ഒരു ബോധം നിനക്കുണ്ട്. വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസ്നാന പുസ്തകത്തിലുണ്ട്, വിശ്വാസം നിനക്ക് എന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസ്നാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും. പറയും, വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു. അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും, നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണം. പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും, വിശ്വാസം നിനക്ക് ക്രിസ്തുവിനെ തരും. ക്രിസ്തുവില്ലെങ്കിൽ നിത്യജീവൻ കൊണ്ട് എന്ത് പ്രയോജനം? എൻ്റെ പേര് ടിൻഡു. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂർ അതിരൂപതയിലെ പേരകം ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വരാൻ കാരണം, സാക്ഷിയാവാൻ കാരണം എൻ്റെ ചേട്ടനാണ് മെയിനായിട്ട്. എൻ്റെ ചേട്ടന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉള്ള ഒരാളല്ല. പക്ഷേ കഴിഞ്ഞ മാസം 27-ാം തീയതി വൈകുന്നേരം ആൾ വർക്ക് കഴിഞ്ഞ് വന്നു. ഞങ്ങളുടെ പള്ളിയിലെ പ്രസിദ്ധേന്തി പിരിവ് എന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ കമ്മിറ്റിയിലുള്ളത് കൊണ്ട് തന്നെ ആൾ അതിൻ്റെ ഒരു പിരിവൊക്കെ കഴിഞ്ഞ് വൈകിട്ട് 9 മണിക്കാണ് വീട്ടിലെത്തിയത്. വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മേലും കൈയും വേദന എടുക്കുന്നുണ്ടെന്നൊരു പറഞ്ഞു. അപ്പോൾ അത് അത്ര വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡോളോ കഴിച്ചിട്ട് ആൾ കിടന്നതാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആൾ പള്ളിയിലേക്ക് പോകാനായിട്ട്, ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകാനായിട്ട് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റു. ആൾ ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം നോക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങണ ഒരു ഫീൽ ആൾക്ക് തോന്നിയെന്ന് പറയണു. അങ്ങനെ തന്നെ ആൾ കസേരയിൽ വന്നിരുന്നു. പിന്നെ ആൾക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. അമ്മച്ചി തൊട്ടപ്പുറത്തെ റൂമിലിരുന്നിട്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുർബാനയ്ക്ക് പോണതിൻ്റെ മുന്നേ ആയിട്ട്. അപ്പോൾ അമ്മച്ചി പെട്ടെന്ന് വിളിക്കുന്നുണ്ട് ചേട്ടനെ, എന്താണ് നീ പള്ളിയിൽ പോകണില്ലേന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ബഹളം കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വരുമ്പോൾ ചേട്ടനെ ഒന്നും അറിയണില്ല. കണ്ണൊക്കെ മുകളിലേക്കാക്കി, കൈ രണ്ടും സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. വായൊക്കെ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് ചെരിഞ്ഞു പോയിട്ട് ആൾക്ക് ഒരു 2 മിനിറ്റ് സമയത്തോളം ഞാനും വീട്ടിലുള്ളവരെല്ലാവരും കൂട്ടം നിലവിളിയായിരുന്നു. കാരണം ചേട്ടൻ കയ്യിൽ നിന്ന് പോയിന്ന് തന്നെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു. ആ സമയത്ത് സാത്താൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് കടന്നു വന്നത് ചേട്ടൻ്റെ അപ്പച്ചൻ മരിച്ചിട്ടുള്ളത്
ഈ ഒരു ടൈമിങ്ങിലാണ്. ചേട്ടൻ 10th പഠിക്കുന്ന സമയത്താണ് ചേട്ടൻ്റെ അപ്പച്ചൻ മരിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലും കയറിപ്പോയത് ആ ഒരു ചിന്തയാണ്. എൻ്റെ മകൾ 10th അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ എൻ്റെ ചേട്ടനെയും തമ്പുരാൻ കൊണ്ടുപോകാണോ എന്ന് ഒരു സാത്താൻ്റെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ രൂപവും വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് രൂപത്തിൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ കൃപാസന മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രൂപങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ രൂപം ആണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്. ഞാൻ തിരിഞ്ഞു നോക്കിയ വശം മാതാവേന്നൊരു ഒറ്റ വിളിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ തൈലം ഉടമ്പടി തൈലം ഞങ്ങളുടെ വീട്ടിലുണ്ട്. ആ ഉടമ്പടി തൈലം എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കിട്ടി പോയി എന്നുള്ള ലെവലാണ്. അങ്ങനെ തന്നെ വേഗം ചേട്ടൻ്റെ നെറ്റിയും ഒരു കുരിശ് വരച്ചിട്ട് വിശ്വസപ്രമാണം ചെല്ലിയാണ് ഉണ്ടായത്. ആ വിശ്വസപ്രമാണം ചൊല്ലി കഴിയലും ചേട്ടൻ അങ്ങോട്ട് ഛർദ്ദിച്ചു. ആ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ആൾ നോർമലായി. പിന്നെ എന്താ സംഭവിച്ചതെന്നാൽ ഒന്നും ആൾക്ക് ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല. ആളിനോട് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല. അപ്പോഴേക്കും വെല്ലിപ്പൻ്റെ നിന്നൊക്കെ ഞങ്ങളുടെ ബഹളം കേട്ടിട്ട് എഴുന്നേറ്റ് വന്നു വെല്ലിപ്പൻ്റെ മോനൊക്കെ. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഇനി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവുക. ഇങ്ങനെ ഒരിക്കലും ചേട്ടൻ്റെ അങ്ങനെ ഉണ്ടായിട്ടില്ല മുന്നേ ഒന്നും. അങ്ങനെ ഒരു ഫിക്സിൻ്റെയോ സ്ട്രോക്കിൻ്റെതായ ഒരു സിംറ്റവും നമുക്ക് വരാത്തൊരാൾ, പ്രത്യേകിച്ച് ഒരു മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും ടെൻഷനായി. അങ്ങനെയാണ് ഞങ്ങളുടെ തൊട്ട് അടുത്തൊരു രാജ ഹോസ്പിറ്റലുണ്ട്, അവിടേക്കാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി വിളിച്ചിട്ട് പോയത്. അങ്ങനെ അവിടെ ചെന്ന പക്ഷേ അവർ വേഗം പ്രഷറാണ് നോക്കിയത്, പ്രഷറിൻ്റെ വേരിയേഷൻ ആണോന്ന് അറിയാൻ. അപ്പോൾ അത് നോർമലാണ് ആൾക്ക്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി 100 ആണ് നിങ്ങൾക്ക് കാണേണ്ടി വരിക, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളില്ല. പിന്നെ സൺഡേ ആണ്, ഡോക്ടേഴ്സൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ തന്നെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ അമല ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന വശം ആ പോകുന്ന വഴിയിൽ ഞാൻ എൻ്റെ കഴുത്തിൽ എപ്പോഴും മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ആ രൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് വേഗം ഊരിയിട്ട് ചേട്ടൻ്റെ പോക്കറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ച് കൊടുത്തു. ചേട്ടനോടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരൊറ്റ കാര്യമുള്ളൂ, ചേട്ടൻ എനിക്ക് തിരിച്ചു വേണം. വലിയ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് മരുന്നിൽ ഒതുക്കുന്ന ഒരു അസുഖത്തിൽ എനിക്ക് തിരിച്ചു വേണമെന്ന് മാത്രമേ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള പോണ വഴിയിൽ മുഴുവനും. അങ്ങനെ അമലയിലെത്തി. അവിടെ ചെന്നപ്പോൾ അവർ വേഗം തന്നെ ECG, അതുപോലെ തന്നെ എക്കോ, പ്രഷർ, അങ്ങനെ ഇനി ടെസ്റ്റുകളില്ല. അതുപോലെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകളും ഇതെല്ലാം എടുത്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതെല്ലാം തന്നെ നോർമലായിരുന്നു. പിന്നെ അവർക്കൊരു സംശയം, ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ഈ ഒരു സിംറ്റം കാണിച്ചത് എന്നുള്ളത് വിചാരിച്ചിട്ട് അവർ CTക്ക് എഴുതി. അങ്ങനെ CTക്ക് കയറ്റുമ്പോഴും പോക്കറ്റിൽ ഈ രൂപം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ പോകുമ്പോൾ, വീട്ടിൽ നിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പേടിയുണ്ട് എനിക്ക്, എന്നാലും തമ്പുരാനോട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് ഫുൾ ടൈം. അങ്ങനെ CTയുടെ റിസൾട്ട് വന്നപ്പോഴും അതും നോർമലാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല, ഒരു മിറാക്കിൾ തന്നെയാണെന്നാണ് അവരും പറഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇനിയും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളിവിടെ ആദ്യം 3 മണിക്കൂർ ഒബ്സർവേഷൻ പറഞ്ഞു, പിന്നെ ഒരു ദിവസം ഒബ്സർവേഷൻ പറഞ്ഞു. അങ്ങനെ അഡ്മിഷനായി അവിടെ. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ മെയിൻ ഡോക്ടർ വന്നു, ന്യൂറോൻ്റെ ആൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇനി ഒന്ന് EG കൂടി എടുത്ത് നോക്കാം നമുക്ക്, ഇനി അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, ന്യൂറോന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ EGയുടെ ടെസ്റ്റ് നടന്നു, അതിൻ്റെ റിസൾട്ടും വന്നു. അമ്മമാതാവും തൃക്കുമാരനും ചേർന്ന് എൻ്റെ ചേട്ടന് ഒരു അസുഖവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ചേട്ടൻ ആകെ കൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബോഡി ചെക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോളിലാണ് ചെറിയൊരു വേരിയേഷൻ കാണാറുള്ളത്. ഒരു 250 ആ റേഞ്ചിൽ നിൽക്കാറുണ്ട്. ആൾ രാവിലെ നടക്കും പിടിക്കുകയൊക്കെ ചെയ്യാണ്ട് മെഡിസിനൊന്നും എടുത്തിരുന്നില്ല. അതിൻ്റെ റിസൾട്ട് വരെ 153 ആയിട്ടാണ് ചുരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ചേട്ടൻ്റെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നോർമലാക്കിക്കൊണ്ട് ഞങ്ങളെ തമ്പുരാൻ അനുഗ്രഹിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് അവസരം ലഭിച്ചത്. പിന്നൊരു കാര്യം ഉണ്ടായത്, ഞങ്ങൾ വീട് പണി 2021 ആരംഭിച്ചതാണ്. ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ ഫണ്ട് വെച്ചാണ് നമ്മൾ തറപ്പണി സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ലോൺ എടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ 2021 കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ലോണിന് വേണ്ടിയിട്ട് പല ബാങ്കുകളും ഞങ്ങളുടെ പരിസരത്തുള്ള SBT, ബറോഡ, കാനറ, ഫെഡറൽ, ഇനി കയറാത്ത ബാങ്കുകളില്ല. അതുപോലെ എല്ലാ ബാങ്കിലും ഞാനും ചേട്ടനും കൂടിയിട്ട് പോയിരുന്നു. പക്ഷേ എല്ലായിടത്തും നമുക്ക് റിജക്ഷനാണ് കിട്ടിയത്. കാരണം എനിക്കൊരു ഗവൺമെൻറ് ജോലിയല്ല, ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി കോൺട്രാക്ട് ബേസിലുള്ളതുകൊണ്ട് സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ചേട്ടനും ഗവൺമെൻറ് ജോലിയുള്ള ആൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് അടയ്ക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ ബാങ്കിൽ നിന്നും നമ്മൾ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗോൾഡൊക്കെ ലോൺ എടുത്ത് വെച്ച് അങ്ങനെയാണ് നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തത്. വാർപ്പ് വരെ കഴിച്ചിട്ടു. പിന്നെ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പണി അവിടെ നിർത്തി വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാനിവിടെ 2023 ജനുവരി 14-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞു. ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആ സമയത്ത് എനിക്കൊന്നും തന്നെ നടന്നില്ല. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം എനിക്ക് ഒരു നോട്ടീസ് വാട്സപ്പിൽ വരികയാണ്. ബറോഡ ബാങ്കിൻ്റെ
ഹോം ലോണിൻ്റെ ഒരു മേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വെറുതെ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ചേട്ടനെയും കൂട്ടി ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തു. ആ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണേക്കാൾ മുന്നേ ഞാൻ വീട്ടിൽ വെച്ചിട്ട് തന്നെ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റിൽ അതിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ട് ഞാനും ചേട്ടനും കൂടി ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവർ ആദ്യമൊക്കെ അങ്ങനെ നോക്കി കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾക്ക് ലോണ് തരാം, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് ഒരു ലെറ്റർ തന്നാൽ മതി എത്ര വർഷമായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 15 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ കോൺട്രാക്ട് ബേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പീരീഡ് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്നും ഇത്ര രൂപ സാലറി ഉണ്ടെന്നും പറഞ്ഞ് ഒരു ലെറ്റർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിവിടെ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷമായി. പിന്നീട് ഞങ്ങൾക്കൊരു 5 മാസത്തിൻ്റെ ഉള്ളിലാണ് കുറച്ച് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ ആ പേപ്പർ വർക്കുകൾക്ക് ഒരു ചെറിയൊരു ഡിലേ വന്നു. അതൊരു 5 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ പേപ്പർ വർക്കുകളെല്ലാം കഴിച്ച് ഇപ്പോൾ ഈ ഫെബ്രുവരി 5-ാം തീയതി ഞങ്ങൾക്ക് ലോൺ പാസ്സായി. അതിൻ്റെ ഫണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫറായി. അടുത്ത ആഴ്ച മുതൽ നമ്മൾ വീട് പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അതും അമ്മ മാതാവിൻ്റെയും തൃക്കുമാറിൻ്റെയും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. പിന്നെ ഒരു കാര്യമുള്ളത് എൻ്റെ മോളുടെ കാര്യമാണ്. മോൾക്ക് ഫുട്ബോളിൽ ഭയങ്കര ക്രൈസായിരുന്നു. വളരെ ചെറുപ്പത്തിലെ തൊട്ട് ഞങ്ങളുടെ വല്യപ്പന്മാരുടെ മക്കളെല്ലാവരും ബോയ്സ് ആയതുകൊണ്ട് തന്നെ ഇവളും അവരുടെ കൂടെയാണ് കൂടുതലും കളിച്ച് വളർന്നിട്ടുള്ളത്. അപ്പോൾ ആൺകുട്ടികളുടെ കളിയായി ഫുട്ബോൾ ഇവൾക്ക് വളരെ പ്രിയമായിരുന്നു. അങ്ങനെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഫുട്ബോൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു. അങ്ങനെ നമ്മൾ പോയി അപ്ലൈ ചെയ്തപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടി. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് വന്നതോടുകൂടി 7-ാം ക്ലാസ് ആകുമ്പോഴേക്കും അത് കൊറോണ കാലഘട്ടമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കളികളോ ഒന്നും തന്നെ നടന്നില്ല. 7-ാം ക്ലാസ്സും 8-ാം ക്ലാസ്സും അങ്ങനെ കടന്നുപോയി. പിന്നീട് 9-ാം ക്ലാസ്സിലാണ് അതിനൊരു അവസരം വരുന്നത്. പക്ഷേ ഇവരുടെ സ്കൂളിൽ ഒരു ടീമില്ലാത്തത് കൊണ്ട് തന്നെ 9-ാം ക്ലാസ്സിലും ആരെയും ഫുട്ബോളിൻ്റെ ഇതിൽ പങ്കെടുപ്പിച്ചില്ല. അപ്പോഴും വളരെ നിരാശയായിരുന്നു. കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് പക്ഷേ ഒന്നിലും പങ്കെടുക്കാൻ പറ്റാത്തതിലൊരു വിഷമത്തിലായിരുന്നു അവൾ. കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അല്ലാണ്ട് വേറെ ബെനിഫിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മത്സരത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10th-ലെത്തിയപ്പോൾ അവരുടെ സ്കൂളിലെ ടീച്ചർ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെ തന്നെ ടീമാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ടീം ചേരാനുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഫുൾ ഗേൾസ് ആയിട്ടുള്ള സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ ടീമിനുള്ള സെലക്ഷനുള്ള കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്നെ കളിച്ച് നോക്കിയതിന് ശേഷം, അതായത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോവാം, അവിടെ ചെന്ന് കളിക്കാൻ ടാലൻ്റുള്ള കുട്ടിയാണെങ്കിൽ അവർ സെലക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഉപജില്ലയിലേക്ക് പോകാമെന്നാണ് നമ്മളോട് അറിയിച്ചത്. അങ്ങനെ ഇവൾ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ, അധികം കുട്ടികളുണ്ടായിരുന്നില്ല, ഒരു 5-10 കുട്ടികളുടെ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പോയി. പക്ഷേ അതിൽ ഇവൾക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചു. സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ടീച്ചർ വിളിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ അറിയണത് ഉപജില്ലയിൽ നിന്ന് പോണ ലിസ്റ്റിൽ ഇവളുടെ പേര് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഷോക്കായി. കാരണം തുമ്പ് വരെ എത്തി, എന്നിട്ട് അങ്ങോട്ട് തട്ടിക്കളഞ്ഞ പോലെയായി അത്. അപ്പോൾ എല്ലാവർക്കും വിഷമമായി. വീട്ടിൽ പൊതുവേ താല്പര്യമില്ല ഫുട്ബോൾ, പക്ഷേ ഇവളുടെ ഈ ക്രൈസ് കണ്ട് എല്ലാവരും അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിരുന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കയ്യിൽ നിന്ന് പോയപ്പോൾ വളരെ വിഷമാവുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ അറിയണതായിരുന്നു. അങ്ങനെ ആ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ അവൾക്കറിയുന്ന സാറുമാരെ വിളിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ലിസ്റ്റിൽ വരാത്തൊരു കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക എന്നാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ തമ്പുരാനോട് പ്രാർത്ഥിച്ചോ, നീ എന്നും പ്രാർത്ഥിക്കണോളല്ലേ, നീ എന്നും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ തമ്പുരാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലും കടന്നു വന്നതാണ്. മാതാവിൻ്റെ രൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു. അവളുടെ കഴുത്തിലും ഒരു മാതാവിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്, കയ്യിൽ പ്രാർത്ഥിക്കാനായിട്ട് സ്കൂളിൽ പോകാനായിട്ട് പോകുമ്പോൾ. അപ്പോൾ ആ മാതാവിൻ്റെ രൂപം വെച്ച് നീയും പ്രാർത്ഥിച്ചോ, ഞാനും പ്രാർത്ഥിക്കാം. മാതാവ് നിനക്ക് ടാലൻറ്റ് ഉണ്ടെങ്കിൽ മാതാവ് അത് നടത്തി തരും. ആ ഒരു വിശ്വാസത്തിൽ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പിന്നിട്ടു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോൾ വന്നു. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞത് തന്നെയാണ് രാവിലത്തെ കോൾ വരുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഫോൺ വരികയാണ്, ക്ലാസ് ടീച്ചറുടെ എല്ലാ പേപ്പറുകളും ശരിയായിട്ടുണ്ട്, അവൾക്ക് ഉപജില്ലയിൽ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപജില്ലാ ടീമിൽ അവൾ മത്സരത്തിന് പോയി. പ്രൈസൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൾ കോച്ചിങ്ങിന് പോകണത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുട്ടികളായിട്ട് ഇവർക്ക് ടീമിൽ പോയി ചാവക്കാട് ഉപജില്ലയുടെ ടീമായിട്ട് ഇവർക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം തമ്പുരാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അപ്പോൾ ഇതെല്ലാം തന്ന മാതാവിനും അതുപോലെ തന്നെ തൃക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിൽ കുദാശകളുടെ കാര്യത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അത് ഡിലേകൾ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം കുമ്പസാരാണെങ്കിലും ഞാൻ കുമ്പസാരിച്ചിരുന്നത് ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം കുമ്പസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ജോലിപരമായ പല തിരക്കുകൾ കാരണം എനിക്ക് കുമ്പസാരത്തിൻ്റെ പള്ളിയിൽ കുമ്പസാരം വെക്കുന്ന സമയങ്ങളൊന്നും നമുക്ക് എത്താൻ പറ്റാറില്ല. പിന്നെ ക്രിസ്മസും ഈസ്റ്റർ ആകുമ്പോൾ ഒരു പ്രത്യേക കുമ്പസാരം ഉണ്ടാവുമല്ലോ, അതിൽ പോയി കുമ്പസാരിച്ച് കുർബാന അങ്ങനെ പങ്കുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എല്ലാ മാസവും ഞാൻ കുമ്പസാരിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. പള്ളിയിലൊരു ദിവസമാണെങ്കിൽ പോലും അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂർ പുത്തൻപള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അവിടെ എപ്പോൾ പോയാലും നമുക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ അഥവാ നമ്മുടെ ഇടവക പള്ളിയിൽ നിന്ന് എനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ ആ പള്ളിയിൽ പോയിട്ട് കുമ്പസാരിക്കാറുണ്ട്. അങ്ങനെ കുമ്പസാരം അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന അതിലൊക്കെ കൂടുതലായിട്ട് സജീവമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ സ്പെഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളെല്ലാം സ്പെഷ്യൽ കുട്ടികളായിരിക്കും. അപ്പോൾ കുറേ കുട്ടികൾ ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന കുട്ടികളും അസുഖങ്ങളാൽ വളരെയധികം വേദനിക്കുന്ന വീടുകളും ഫാമിലികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ ഞാൻ പോകുമ്പോൾ ആശ്വാസവാക്കുകളായിട്ടും അതുപോലെ തന്നെ അവർക്ക് മെഡിസിനുള്ള ഫണ്ടായിട്ടൊക്കെ എന്നാൽ കഴിയുന്ന വിധം ഞാനും കൊടുക്കും. എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞ് അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ പല കുട്ടികളുടെ വീടുകളിലും പോയി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൃപാസന പത്രം ഞാൻ എൻ്റെ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ മറ്റ് ഫ്രണ്ട്സിന് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്തേക്ക് വിഷമമായിട്ട് വരുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ മാതാവിനെ കുറിച്ച് പറയാനും പത്രം കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്നാൽ കഴിയുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു. ഇനിയും തൃക്കുമാരൻ്റെയും അതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നീങ്ങുന്നു. നന്ദി. എന്തുമാത്രം സ്പീഡായി വചനത്തെ മാംസമാക്കാൻ കഴിയും, അതാണ് മരിയൻ ഫെയ്ത്ത്. ജീവിതത്തിൽ നാം ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉടമ്പടിയിൽ വയ്ക്കാത്ത നിയോഗങ്ങൾ, അത് ചിലപ്പോൾ അപകടങ്ങളാകാം, രോഗങ്ങളാകാം, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് പിന്നീട് സാധാരണ വിശ്വാസത്തെ ശക്തമായ ഒരു വിശ്വാസത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഓരോ കുടുംബത്തിൻ്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നത്. തൻ്റെ ഹസ്ബൻഡിനെ, പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ലാത്ത വ്യക്തി, ആ വ്യക്തിക്ക് പിന്നീടുണ്ടാകുന്ന പെട്ടെന്നുണ്ടായ ഓരോ അസ്വസ്ഥതകളും അതിലൂടെ പിന്നീട് നടന്ന ഓരോ ടെസ്റ്റിലൊന്നും യാതൊന്നും ഇല്ല എന്നൊക്കെ തെളിയുന്നതും, എന്നാൽ കുറച്ച് സമയത്തേക്ക് ഇവരുടെ വീട് മൊത്തം മൂകത വരിച്ച ഒരു അവസ്ഥയിലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് തൻ്റെ ഹസ്ബൻഡിനെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ താൻ ചെയ്തത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് വിശുദ്ധ തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ആ മകൻ്റെ ദേഹത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നടന്ന ഓരോ ടെസ്റ്റിലും യാതൊരുവിധ കോംപ്ലിക്കേഷൻസോ അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ തന്നെ സാധിച്ചില്ല. അതുമാത്രവുമല്ല, കൊളസ്ട്രോള് വളരെ ഹൈ ആയിരുന്നതൊക്കെ പിന്നീട് എങ്ങനെയാണ് സാധാരണ നിലയിലേക്ക് ആയതെന്നും ഇന്ന് നോർമലായിട്ട് വളരെ ആരോഗ്യവാനായിട്ട് തൻ്റെ ജോലികളൊക്കെ പഴയതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി എന്നുമൊക്കെയാണ് നാം കേട്ടത്. പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ഒരാവശ്യവും വന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ തങ്ങൾക്ക് കിട്ടാതെ കിടന്ന ലോണ്, തങ്ങൾക്ക് യാതൊരു മെറിറ്റുമില്ല, ഇവർക്ക് സിവിൽ സ്കോർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ലോൺ തന്നെ കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് അത് 1-2 വർഷങ്ങൾ ലോൺ കിട്ടാതെ തങ്ങളുടെ വീട് പണി മുടങ്ങിക്കിടക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊക്കെയുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് തെളിയുന്നതെന്നും അതുപോലെ ലോൺ ലഭിക്കുന്നു. തൻ്റെ മകളുടെ ഒരു പ്രത്യേകമായ ആഗ്രഹം, അതൊക്കെ അമ്മയോട് നാം പ്രാർത്ഥിക്കുന്നതൊക്കെ അതെല്ലാം ദൈവേഷ്ടമാണെങ്കിൽ തീർച്ചയായും അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നാം മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി, അത് അമ്മ ഈശോയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കും. അത് ദൈവേഷ്ടമാകണമെന്ന് മാത്രം. അങ്ങനെ കുടുംബത്തിലേക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈശോയെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.